ഹാരിസ് ബീരാന്റെ സുപ്രീം പ്രതികരണം. കോടതിയിൽ അവർ പിന്നെയും അത് സർക്കാർ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത് സാധാരണ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം ഒരു സ്റ്റേ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അധികാര പരിധി എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതിന്റെ വ്യക്തമായിട്ട് ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോർമൽ രീതിയിൽ ഈ പറയുന്ന നിയമങ്ങളൊന്നും സ്റ്റേ ചെയ്യില്ല. പക്ഷേ ഇവിടെ അസാധാരണത്വമുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞത് തന്നെ ആ നിയമത്തിന്റെ ഭരണഘടനാ വിരുദ്ധം മുഴച്ചു നിൽക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. പ്രധാനമായി 7 ദിവസം സമയം ഇപ്പോൾ കേന്ദ്രത്തിന് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടക്കാല ഉത്തരവ് പൂർണ്ണമായും വരിക 7 ദിവസത്തിന് ശേഷമായിരിക്കും. അതെ, ഇനിയിപ്പോ 7 ദിവസത്തിന് ശേഷം കോടതിയിൽ കേസ് വരുമ്പോൾ എന്തായാലും ഇടക്കാല ഉത്തരവ്, ഈ പറയുന്ന ഇടക്കാല ഉത്തരവ് കുറച്ചും കൂടി മോഡിഫൈ ചെയ്യണോ അല്ലെങ്കിൽ കുറച്ചും കൂടി അതിന്റെ വ്യാപ്തി വലുതാക്കണോ എന്നുള്ളതായിരിക്കും കോടതി ഇനി തീരുമാനിക്കാൻ പോകുന്നത്. എന്തായാലും ഇന്ന് പാസ്സാക്കുന്ന ഉത്തരവ് ഇനിയിപ്പോൾ അടുത്ത ഹിയറിംഗിന്റെ സമയത്ത് ഒന്നില്ലെങ്കിൽ അതിന്റെ വ്യാപ്തി വലുതാക്കും, അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യും. ഈ 5 വർഷം മുസ്ലിം ആയിരിക്കണം വഖഫ് നൽകുന്ന ആള് എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ ഇടപെടുന്നില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതെ, ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് ഇടക്കാല ഉത്തരവിന് സബ്ജക്റ്റ് ആകുന്ന ഒരു ഇഷ്യൂ അല്ലാത്തത് കൊണ്ട് അത് ഇപ്പൊ ഇടപെടുന്നില്ല. പക്ഷെ അന്തിമമായിട്ടുള്ള വാദത്തിൽ അതെന്തായാലും അത് പ്രതിഫലിക്കും. എന്തായിരിക്കും എന്നുള്ളത് ആ സമയത്ത് അവർ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്നലെ കോടതി പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ചില 3 കാര്യങ്ങൾ പറഞ്ഞതിലൊക്കെ അതിനെപ്പറ്റി അല്ല, എൻ്റെ അഭിപ്രായത്തിൽ മാറ്റം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, വ്യാപ്തി കൂട്ടിയിട്ടേ ഉള്ളൂ. ഇന്നലത്തെ ഉത്തരവിനേക്കാളും, ഇന്നലെ അവർ പാസ്സാക്കാൻ പോയ ഉത്തരവിനേക്കാളും കൂടുതൽ വ്യാപ്തിയായി എന്നുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇന്നലെ അവർ പറഞ്ഞത് 2 നോൺ മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള അംഗങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് വഖഫ് ബോർഡിനെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ, ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞു വഖഫ് ബോർഡിനെ ഞങ്ങൾ ഇനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ അതൊരു ഉത്തരവായി മാറി. അപ്പോൾ അതായത് ഇനിയിപ്പോൾ കോടതിയുടെ ഉത്തരവില്ലാതെ വഖഫ് ബോർഡുകൾ തന്നെ പുനഃസംഘടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ അവർ പറഞ്ഞു കളക്ടർമാരുടെ അധികാര പരിധി, അതായത് ഒരു തർക്കമുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു വഖഫ് ഭൂമിയുടെ അല്ലെങ്കിൽ വഖഫ് സ്വത്തിന്റെ ക്യാരക്ടറും സ്റ്റാറ്റസും മാറുമെന്ന് പറയുന്നത്. ആ പറയുന്ന സംഗതിയും ഇന്നിപ്പോൾ ഇത് പറഞ്ഞുകൂടി, അതായത് വഖഫ് ബൈ യൂസ് എന്ന് പറയുന്ന സംഗതി, ഒരു കെട്ടിടം വഖഫായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണെങ്കിൽ അത് ഉപയോഗത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കണം, അതിന്റെ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ പിന്നെ കളക്ടറിന്റെ അധികാര പരിധിയും അവിടെ വെട്ടിക്കുറക്കുകയാണ്. ഇന്നലെ വലിയ ആശങ്കകൾ ചില കാര്യത്തിൽ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ആ ആശങ്കകളാണ് ഇന്ന് ഉത്തരവോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്ന് ഇന്ന് ഉത്തരവിലേക്ക് മാറിയിരിക്കുന്നത്. എന്തായാലും ഈ ആശങ്കകൾ അവസാനം സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവിൽ പ്രകടമാക്കി അത് ഈ പറയുന്ന ഈ വകുപ്പുകൾ, നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന വകുപ്പുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണവരെ നമുക്ക് ഈ നിയമയുദ്ധം തുടരേണ്ടി തന്നെ വരും. ഒരു കാര്യം കൂടി, ഈ ഇടക്കാല ഉത്തരവ് ഇന്ന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ കൂടുതൽ സമയം കേന്ദ്രം ആവശ്യപ്പെട്ടത്? തീർച്ചയായിട്ടും. സാധാരണ നമ്മൾ കോടതിയിൽ കാണിക്കുന്ന, ഈ കോടതിയിൽ ആവശ്യപ്പെടുന്ന നമ്മൾക്കറിയാവുന്ന കുറച്ച് ടെക്നിക്കുകളാണ് ഇതെല്ലാം. കാരണം ഞങ്ങളെ കേൾക്കാതെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടി സത്യവാങ്മൂലപ്രകാരം എഴുതാതെ നിങ്ങളൊരു തീരുമാനം എടുക്കരുത്, പ്രത്യേകിച്ച് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിൽ ഒരു രീതിയിലുള്ള സ്റ്റേ കൊണ്ടുവരുത് എന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലി കോടതി രണ്ടാമതൊരു വീണ്ടും വിചാരം ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണയിലാണ് ഇതെല്ലാം ചോദിക്കുന്നത്. പക്ഷേ കോടതിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഇത് മാറ്റിയില്ലെങ്കിൽ, ഇതിപ്പോൾ ഇന്ന് തന്നെ ഇടക്കാല ഉത്തരവ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപാട് വഖഫ് ഭൂമികളുടെ അല്ലെങ്കിൽ വഖഫ് സ്വത്തുകളുടെ ക്യാരക്ടറുകൾ തന്നെ മാറ്റിയത് വഖഫ് സ്വത്തുകൾ അല്ലാണ്ടാക്കാനുള്ള ഭീകരമായിട്ടുള്ള വകുപ്പുകൾ ഈ നിയമത്തിലുണ്ട് എന്ന് സുപ്രീം കോടതിയുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ഇടക്കാല ഉത്തരവുണ്ടായത്. ഈ മുനമ്പത്ത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പോയിട്ട് ഈ ആദ്യം പറഞ്ഞു, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ നിങ്ങൾക്ക് ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ വരെ പോയി മാത്രമേ ഒരുപക്ഷെ നീതി ലഭിക്കുകയുള്ളൂ എന്നും, പിന്നീട് അതിന്റെ ഒരു പ്രത്യാഘാതം മനസ്സിലായപ്പോൾ പിന്നീട് അത് കുറച്ചുകൂടെ ഇത് മയപ്പെടുത്തി പറയുകയൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താ ഈ മുനമ്പവുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ പറയാൻ പറ്റും? അല്ല, മുനമ്പവുമായിട്ട് ഈ പുതിയ നിയമത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞു. ഇടക്കാല ഉത്തരവ് ആശ്വാസകരമാണെന്ന് ഹാരിസ് ബീരാൻ പ്രതികരിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചത് തിരിച്ചടിയാണ് എന്ന് പറയുന്നു. അന്തിമ ഉത്തരവിൽ ഇത് കുറച്ചുകൂടി വ്യക്തമായി തന്നെ കോടതി പറയുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിലേക്ക് ഒരുപക്ഷെ വഖഫ് ഭൂമി അത് അല്ലാതാക്കി മാറ്റാനുള്ള പ്രൊവിഷൻ ഈ നിയമത്തിലുണ്ടായിരുന്നു, എന്നാൽ അതിനുകൂടി കോടതി തടയിട്ടിരിക്കുകയാണ് എന്നും ഹാരിസ് ബീരാൻ വ്യക്തമാക്കുന്നു.